ഈ വീഡിയോ കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് ഞാൻ പറയാം. ഇന്ന് ഒരു മൂഡില്ല, നാളെ ആവട്ടെ. ഇങ്ങനെ പറയുന്നവരോട് ഒരു കാര്യം, നിങ്ങൾ നശിപ്പിക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ തന്നെയാണ്. നാളെ ചെയ്യാം എന്ന് പറയുന്നതാണ് നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതി. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. എന്തേലും ഒരു കാര്യം നീട്ടിവെക്കുന്നത് നിങ്ങൾ മടിയുള്ള ഒരാളായതു കാരണമല്ല. നിങ്ങൾക്ക് കംഫർട്ടല്ലാത്ത ഒരു കാര്യം ഇപ്പോൾ ചെയ്യണ്ട എന്ന് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളോട് പറയുന്നു. അതായത് നിങ്ങളുടെ തോറ്റുപോകുമോ എന്ന ഭയം, അല്ലെങ്കിൽ മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കുന്നു എന്നത് മറക്കാനുള്ള വഴിയാണിത്. നാളെ ചെയ്യാം എന്ന് പറയുന്നതിലൂടെ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നാളെ എന്നൊരു കാര്യം ഇല്ല. നിങ്ങളിത് ചെയ്യേണ്ടത് ഇന്ന് തന്നെ തീർക്കുക. അത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. വൈകും തോറും നിങ്ങളുടെ ഫ്യൂച്ചർ ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. സക്സസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്നതല്ല, മറിച്ച് നിങ്ങൾക്ക് ഏതിലാണോ താല്പര്യം അത് കൺസിസ്റ്റൻ്റായി ചെയ്യുക എന്നതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ 5 മണിക്കൂർ പഠിക്കാനുണ്ട്. നിങ്ങൾ ചെയ്യുക, ഇത്രയും നേരം പഠിക്കണമല്ലോ എന്ന് കരുതി അത് മാറ്റിവെക്കൂ. അങ്ങനെ ചെയ്യും തോറും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് അകന്നു പോകും. നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ആ ബുക്ക് തുറക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ ഒരു സെൻറ്റൻസ് എഴുതുക. ചെറിയ സ്റ്റെപ്പുകൾ വലിയ സ്റ്റെപ്പുകൾ കീഴടക്കാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ പേടി മാറാൻ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സഹായിക്കും. ഇങ്ങനെയാണ് കോൺഫിഡൻസ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കരുതും ഇങ്ങനെ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ എല്ലാം നേടാമല്ലോ എന്ന്. പക്ഷേ അങ്ങനെയല്ല. മോട്ടിവേഷനേക്കാൾ മുകളിലാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന സാധനം. നിങ്ങൾക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ നിങ്ങൾ അതിൽ കമ്മിറ്റഡായി നിൽക്കണം. ചെറിയ കാര്യങ്ങൾ കൺസിസ്റ്റൻ്റായി ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് അവിടെ ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ക്യൂസസ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. ഇനി എന്തെങ്കിലും നാളേക്ക് മാറ്റിവെക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും മികച്ച വേർഷനെയാണ് ഇല്ലാതെയാക്കുന്നത്. ഇന്ന് ഞാനത് ചെയ്തില്ലേൽ എൻ്റെ ഫ്യൂച്ചറിനെ ബാധിക്കും എന്ന് ബ്രെയിനിനോട് പറയുക. ആ സ്റ്റെപ്പ് എടുത്തു വയ്ക്കുക. നിങ്ങൾ ജീവിതത്തിൽ സ്റ്റക്കായി ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഒരുപാട് വീഡിയോസ് വരുന്ന ആഴ്ചകളിൽ വരുന്നുണ്ട്. വലിയ ആഗ്രഹമുള്ളവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാത്തവർ ഈ വീഡിയോ കണ്ട് എന്നത്തെയും പോലെ നാളെ ആവട്ടെ എന്ന് കരുതി അങ്ങനെ നെഗറ്റീവ് അടിച്ചിരിക്കട്ടെ.